നമസ്കാരം. എല്ലാവർക്കും വാസ്തുക്കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് മാനേജ്മെന്റ് തോട്ട്സ് ആണ് അല്ലെ. നമ്മള് മാനേജ്മെന്റില് ഒരുപാട് പേർ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഓരോന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ അല്ലെ. അപ്പൊ ഹെൻറി ഫയോളും അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിന്റെ ഫാദർ ആരാണ്? FW ടൈലർ. അപ്പം ഹെൻറി ഫയോൾ ആരാണ്? ഫാദർ ഓഫ് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണ്? FW ടൈലർ. ഇവർ രണ്ടുപേരും മാനേജ്മെന്റ് ഫീൽഡിലേക്ക് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റിന്റെ പല ഫീൽഡിലും വളരെയധികം ഉപയോഗപ്രദമാണ്. അപ്പം മാനേജ്മെന്റിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയ രണ്ടു പേരാണ് ഹെൻറി ഫയോളും FW ടൈലറും. ഹെൻറി ഫയോൾ ആരാണ്? ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞാല് മാനേജ്മെന്റിന്റെ ഫാദർ ആണ്, ഫാദർ ഓഫ് മാനേജ്മെന്റ്. FW ടൈലർ ആരാണ്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസും അദ്ദേഹത്തെ പറ്റിയാണ്. നമുക്കറിയാം ഹെൻറി ഫയോൾ ഫാദർ ഓഫ് മാനേജ്മെന്റ് അല്ലെ. അപ്പം എങ്ങനെയാണ് ഹെൻറി ഫയോൾ ഇതിലേക്ക് വന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് നോക്കാം. ഹെൻറി ഫയോൾ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയറും ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റും ആണ് ആര്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ വാസ് എ മൈനിങ് എഞ്ചിനീയർ ആൻഡ് മാനേജ്മെന്റ് തിയറിസ്റ്റ്. അദ്ദേഹമാണ് ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. എക്സാംസിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഹെൻറി ഫയോൾ ആണ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ തിയറിയെ ഫയോളിസം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഫയോളിസം. അപ്പം ഹെൻറി ഫയോൾ വാസ് ദ ഫാദർ ഓഫ് മാനേജ്മെന്റ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പഠിച്ചതാ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഓർഗനൈസ് ചെയ്യണം. അതിനെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യണം. അത് നമ്മൾ പ്ലാൻ ചെയ്ത പോലാണോ അല്ലെ അണ്ടർടേക്ക് ചെയ്തതെന്ന് നോക്കണം. കൺട്രോളിങ് ആക്ടിവിറ്റി, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് കരുതപ്പെടുന്ന ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയറും അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് എന്ത്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ പൊതുവെ ഫയോളിസം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫയോളിസം. ഫയോൾസ് വർക്ക് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ്സ് ഓഫ് ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിനെ പറ്റി ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയാവുന്ന ഏറ്റവും ഫസ്റ്റ് ആയിട്ടൊരു തിയറി കൊണ്ടുവന്ന ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഇദ്ദേഹം 5 പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. 5 ഫങ്ഷൻസ്. ഹി ഹാഡ് കോൺട്രിബ്യൂട്ടഡ് 5 പ്രൈമറി ഫങ്ഷൻസ് ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് വേണ്ടിയിട്ട് 5 പ്രൈമറി ഫങ്ഷൻസ് ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഹെൻറി ഫയോൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ആ 5 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ ആണ്. അപ്പം ഹെൻറി ഫയോള് 5 പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് തിരിച്ചിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ് ചോദിക്കാം. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇത്രയും കാര്യം ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹമാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിനെ 5ആയിട്ട് തിരിച്ചു. ആ 5ആയിട്ട് തിരിച്ച ഫങ്ഷൻസ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നോക്കണേ. കാരണം വേറെ ഓരോ കോൺട്രിബ്യൂട്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്? മാനേജ്മെന്റ് ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 5ആയിട്ട്. അപ്പൊ ഹെൻറി ഫയോളിന്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അപ്പൊ 14 പ്രിൻസിപ്പിൾസ് വെയർ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹെൻറി ഫയോൾ. ഓക്കെ ആണ്. അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രി. ഇത് പബ്ലിഷ് ചെയ്ത വർഷം
1960. ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ തിയറി ഓഫ് മാനേജ്മെന്റ്, ഇതൊക്കെ ആരുടെയാണ്? ഹെൻറി ഫയോളിന്റെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡസ്ട്രി പബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? 1916 ആണ്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഹെൻറി ഫയോളിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹെൻറി ഫയോൾ ഒരു മൈനിങ് എഞ്ചിനീയറോ ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റുമാണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ഹെൻറി ഫയോളിനെ. അതുപോലെ തന്നെ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഹെൻറി ഫയോൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെ 5 പ്രൈമറി ഫംഗ്ഷൻസ് ആയിട്ട് തിരിച്ചത് ഇല്ലേ? അത് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ ആണ്. അതുപോലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും കാര്യം? ഇദ്ദേഹം ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തത് 1860. ഈ സ്ലൈഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 1860 ആണ് കേട്ടോ. മൈനിങ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? 1860 ആണ്. ഓക്കെ, അറ്റ് ദ ഏജ് ഓഫ് 19 വയസ്സിലാണ് അദ്ദേഹം എന്തായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പെതുക്കെ ആ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തു. ഓക്കെ, ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ ചേർന്ന ഹെൻറി ഫയോൾ പിന്നെ ആ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ചാർജ് എടുത്തു. ഓക്കെ, അങ്ങനെ ഒരു 30 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? മാനേജിംഗ് ഡയറക്ടർ ആയത് എന്നാണ്? 1888 ആണ്. 1988 അല്ല, 1888 ആണ്. ഓക്കെ, അപ്പൊ മൈനിങ് എഞ്ചിനീയർ ആയിട്ട് സ്ഥാനം ഏൽക്കുന്ന എന്നാണ്? അല്ലെ, മൈനിങ് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്ത ഇയർ ഏതാണ്? 1860. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ ആയത് ഏതാണ്? 1888 ആണ്. അങ്ങനെ ഒരു 30 വർഷത്തോളം അദ്ദേഹം ആ പോസ്റ്റ് എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഒരു 30 വർഷം ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ഇരുന്ന ഒരു വ്യക്തി അല്ലെ, അതാണ് ഹെൻറി ഫയോൾ. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ആയിട്ട് ഡീൽ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസസും ഒബ്സർവേഷൻസും ഒക്കെ അദ്ദേഹം നേടി ചെയ്തു അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു ലോങ് എക്സ്പീരിയൻസിൽ നിന്നുമാണ് അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ത് ചെയ്തേക്കുന്നത്? ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു 30 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്. മാനേജിംഗ് ഡയറക്ടറായിട്ട് ആ ഒരു കമ്പനിയുടെ ഒരു 30 വർഷം അദ്ദേഹം ഇരുന്നു. അപ്പൊ അത്ര ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1916 അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പുസ്തകം എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1916 ഓക്കെ, അങ്ങനെ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത വർഷം എന്നാണ്? 1949. അപ്പം അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയൽ അറ്റ് ജനറൽ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് അല്ലെ, ഫ്രഞ്ച് ലാംഗ്വേജിലായിരുന്നു അതെന്നാണ്? 1916. അതിനെ ഇംഗ്ലീഷിലേക്ക് പബ്ലിഷ് ചെയ്തത് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത വർഷം എന്നാണ്? 1949 ആണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയാണ്. ഓക്കെ, നമ്മള് മാനേജ്മെന്റ് തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു പേര് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇത്ര ഓർക്കുക. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയുടെ ഒക്കെ ഫാദർ ആരാണ്? ഹെൻറി ഫയോൾ ആണ്. 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഓക്കെ, എന്താണ് ഈ പ്രിൻസിപ്പിൾസ്? മാനേജേഴ്സിന് ഒരു തീരുമാനം എടുക്കണം അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരാണല്ലേ മാനേജേഴ്സ്. അപ്പൊ ആ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കണം. ആ ഡിസിഷൻസ് എടുക്കാൻ അവർ കുറെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ എന്തെടുക്കുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡൻസിനെ അല്ലെ ഗൈഡ് ലൈൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പൊ 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തി ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അത് ക്ലിയർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ എന്നാണ് മൈനിങ് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തത്? 1860 എന്നിട്ട് അറ്റ് ഏജ് ഓഫ് 90 അല്ലെ. അങ്ങനെ 1888 അദ്ദേഹം ആ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം ഒരു 30 വർഷത്തോളം മാനേജിംഗ് ഡയറക്ടറായിട്ട് ആ കമ്പനിയിൽ നിന്നു. അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും ഒബ്സർവേഷൻസിൽ നിന്നുമാണ് അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ 1960
ഇൻഡസ്ട്രിയലിൽ പബ്ലിഷ് ചെയ്ത ബുക്കാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയൽ അറ്റ് ജനറലെ. അത് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വർഷമാണ് 1949. അതിന്റെ പേരെന്താണ്? ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഹെൻറി ഫയോൾ ആണ്. തെറ്റിപ്പോയത്. സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സ് ബേസ്ഡ്. ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്, ഫാദർ ഓഫ് മാനേജ്മെന്റ് തിയറി, ഇങ്ങനെയൊക്കെ വന്നാലും ആര് തന്നെയാണ്? ഹെൻറി ഫയോൾ ആണ്. കാരണം ആദ്യമായിട്ട് മാനേജ്മെന്റിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് ആര്? ഹെൻറി ഫയോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. എന്താ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഗൈഡ് ലൈൻസ് ആണ്. ഒരു മാനേജർക്ക് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 14 പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പേരുകൾ മാത്രം 14 പ്രിൻസിപ്പിൾസിന്റെ പേരുകൾ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ഓരോന്നും എക്സാമ്പിൾ സഹിതം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? നോക്കാം. അപ്പൊ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, അല്ലെങ്കിൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ. അപ്പൊ ഒന്നാമത്തെ പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ. 3 എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ. 4 യൂണിറ്റി ഓഫ് കമാൻഡ്. 4 പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. 5 പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 6 പ്രിൻസിപ്പിൾ ഓഫ് subordination of individual interest to general interest. 7 principle of remuneration of employees. 8 centralization and decentralization. 9 principle of scalar chain. 10 principle of order. 11 principle of equity. 12 principle of stability of tenure of personnel. 13 principle of initiative. 14 പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ടീകോപ്സ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് 14 പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരത്തില്ല. പക്ഷെ നമ്മൾ ഓരോന്നും നല്ല രീതിയിൽ ഇപ്പൊ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ 14 പ്രിൻസിപ്പിൾസും പച്ചവെള്ളം പോലെ പറയാൻ എല്ലാവരും ആശയസഹിതം മനസ്സിലാക്കണം. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസും ഡീറ്റെയിൽ ആയിട്ട് പോവാം. 14 പ്രിൻസിപ്പിൾ ആണ് ആര് കൊണ്ടുവന്നത്? ഫയോൾ, ഹെൻറി ഫയോൾ. He is known as the father of general management. He is known as the father of administrative management. Father of management theory. ഇങ്ങനെയൊക്കെ പറയുന്ന ആരാണ്? ഫയോൾ ആണ്. ഹെൻറി ഫയോൾ ആണ് 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഡിവിഷൻ ഓഫ് വർക്ക്. ആദ്യത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഫയോളിന്റെ ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു വലിയ ജോലി ചെയ്യാനുണ്ട് അല്ലെ, അത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കോ അത് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതായിരിക്കുമോ ഏറ്റവും നല്ലത്? നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ ഓണപരിപാടിയൊക്കെ നടക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ പ്രോഗ്രാമും ഓരോരുത്തരെ ഏൽപ്പിക്കും. ആ ഓണ പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ സദ്യ ഒരു കൂട്ടരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒരു കൂട്ടരെ ഏൽപ്പിക്കും, പിന്നെ എന്താണ് അത്തപ്പൂക്കളത്തിന്റെ കാര്യം ഒരു കൂട്ടരെ ഏൽപ്പിക്കും. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ആ ഒരു വലിയ ജോലിയെ, ഒരു ഫുൾ ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കുന്നു നമ്മളല്ലേ. എന്നിട്ട് ആ ഓരോ ടാസ്കും ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അത് തന്നെയാണ് എന്ത്? ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ ഫയോൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കി ഓരോരുത്തരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതുവഴി ആ ജോലി ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും, സ്പെഷ്യലൈസേഷനിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നാണ് ആര് പറയുന്നത്? ഹെൻറി ഫയോള് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാം എക്സ്പ്ലനേഷൻ. According to this principle, the whole work in an organization, അല്ലെ, ആ ഓർഗനൈസേഷനിലെ ആ ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെ ജോലി ഉണ്ടോ അതിനെ എല്ലാം ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കുന്നു. എന്നിട്ട് ആ ഓരോ ടാസ്കും ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു? അയാളുടെ എബിലിറ്റിക്കും ക്വാളിഫിക്കേഷനും മറക്കരുത് അല്ലെ, അയാളുടെ എബിലിറ്റിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ കയറി വരാം. ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കുന്നു. ഓരോ ടാസ്കും ഓരോ എംപ്ലോയീസിന്റെ
ക്വാളിഫിക്കേഷനും എബിലിറ്റിക്കും അനുസരിച്ചാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ ഒരു ജോലി തന്നെ സ്ഥിരമായി, നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ജോലിക്ക് ഇല്ലാണ്, നമുക്ക് കുറച്ച് നാളെടുക്കും നമ്മൾ അതിനകത്ത് ഒരു എക്സ്പേർട്ട് ആയി വരാൻ അല്ലെ. അപ്പൊ ഒരു ജോലി തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുന്നു. അതുവഴി നമുക്ക് സ്പെഷ്യലൈസേഷൻ, ആ ജോലി വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ അല്ലെ, മാനേജ്മെന്റിന് നല്ല ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് നയിക്കുന്നു, സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നു. Specialization is the most efficient way to use human effort. Through division of work, a manager can assign a single job to a particular person and the manager can easily fix responsibility. ഓരോ ജോലി എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും അവരെന്തൊക്കെ ചെയ്യണമെന്ന് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. സിംപ്ലി ഇത്ര ഓർത്താൽ മതി. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാണ്, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ ഹോൾ വർക്കിനെ, ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ടാസ്ക് ആക്കുന്നു. ആ ഓരോരോ ടാസ്കും ഓരോ എംപ്ലോയീസിന് അവരുടെ എബിലിറ്റീസിനും ക്വാളിഫിക്കേഷൻസിനും അനുസരിച്ച് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത്ര ഓക്കെ ആണല്ലോ. അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അങ്ങനെ ആ ഒരു ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് നയിക്കുന്നു, വേസ്റ്റേജ് ഓഫ് ടൈം ഒക്കെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ അല്ലെ, ബെറ്റർ ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയിലെ മാനേജർ, അദ്ദേഹത്തിന്റെ ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ നമുക്കറിയാം അവിടെ എന്തൊക്കെ വർക്കുകൾ വരും, കട്ടിങ്, അസംബ്ലിങ്, പോളിഷിങ് അല്ലെ. ഫർണിച്ചർ കട്ടിങ്, അത് ചോർത്ത് വെക്കണം, അത് പോളിഷ് ചെയ്യണം. എല്ലാ ജോലിയും ഒരാൾ ചെയ്യുന്നതിന് പകരം അതിൽ എക്സ്പേർട്ട് ആയവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാകും. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യലൈസേഷൻ അതുപോലെ തന്നെ എഫിഷ്യൻസി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്കില് ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകൾ ആക്കുന്നു. ഓരോ ടാസ്കും എംപ്ലോയീസിന്റെ എബിലിറ്റീസിനും ക്വാളിഫിക്കേഷനും അനുസരിച്ച് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് വിൽ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇംപ്രൂവ് ദെയർ എഫിഷ്യൻസി. സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായല്ലോ ഡിവിഷൻ ഓഫ് വർക്ക്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു വലിയ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്ന എങ്ങനെ ഒരാളെ ഏൽപ്പിച്ച അത് എഴഞ്ഞെഴഞ്ഞ് വേസ്റ്റേജ് ഒക്കെ വരുത്തിയായിരിക്കും ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ചെറിയ ടാസ്ക് ആയിട്ട് മാറ്റി അത് അറിയാവുന്നവർ അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് ആ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആണ്, ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെയാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി നമുക്കറിയാം, അധികാരം അല്ലെ, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരത്തിനാണ് എന്തെന്ന് പറയുന്നത് അതോറിറ്റി. അത് അനുസരിക്കാനുള്ള കടമയാണ് എന്ത്, റെസ്പോൺസിബിലിറ്റി. സിമ്പിളാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം, റൈറ്റ് അല്ലെ, പവർ ടു മേക്ക് ഡിസിഷൻ ഒക്കെയാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ അല്ലെങ്കിൽ ദ പവർ ടു മേക്ക് ഡിസിഷൻ, അധികാരം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അനുസരിക്കാനുള്ള കടമയാണ്. ഞാൻ പറഞ്ഞ പോലെ, അതായത് മാനേജർ പറയുന്ന പോലെ കാര്യങ്ങൾ ഒബേ ചെയ്യണം. ആര്, സബോർഡിനേറ്റ്സ് അല്ലെ, എംപ്ലോയീസ് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ജോലി ഇന്ന ആള് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ അനുസരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു കടമയുണ്ട്. അതാണ് എന്ത്, റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്ക് മീനിങ്ങിലേക്ക് നോക്കാം. അതോറിറ്റി എന്ന് പറഞ്ഞാല് പവർ ടു ടേക്ക് ഡിസിഷൻ, ഡിസിഷൻ എടുക്കാനുള്ള അധികാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ, കടമ അല്ലെ. ടു കംപ്ലീറ്റ് ദ ജോബ് അസൈൻഡ്, തന്ന ജോലി തന്ന സമയത്ത് തീർക്കാനുള്ള ഒരു കടമയാണ് എന്തെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റി മാത്രം മതിയോ, ഓർഡറുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാ മതിയോ, പോരാ. അതെന്ത് ചെയ്യണം, അനുസരിക്കപ്പെടണം അല്ലെ, റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ ജോലി കൊടുക്കുന്ന ഓരോ സബോർഡിനേറ്റ്സും ഓരോ എംപ്ലോയീസും നമ്മുടെ കമ്പനിയോട് എന്തായിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓർക്കുക, ഒരു ഓർഗനൈസേഷനില് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു പാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ,
ഫയോൾ പറയുന്നതാണ്. ഇതെല്ലാം ആര് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്? അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഫയോൾ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ ഫയോൾ പറയാനോ, ഒരു മാനേജർ ഇങ്ങനെ ഓർഡറുകൾ കൊടുത്താൽ മാത്രം പോരാ, അല്ലെ ഡിസിഷൻസ് എടുത്താൽ മാത്രം പോരാ, ആ എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ജോലി ആ സമയത്ത് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് വർക്ക് മുന്നോട്ട് പോകൂ, ഗോളിലേക്ക് എത്താൻ പറ്റൂ. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, ദർ ഷുഡ് ബി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരം കൂടാനും പാടില്ല, എക്സസ് റെസ്പോൺസിബിലിറ്റി ആവാൻ പാടില്ല. രണ്ടും, എക്സസ് അതോറിറ്റി ആവാൻ പാടില്ല, എക്സസ് റെസ്പോൺസിബിലിറ്റി ആവാൻ പാടില്ല. ദർ ഷുഡ് ബി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. സിമ്പിൾ അല്ലേ നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിള്? ആദ്യത്തെ പ്രിൻസിപ്പിളിന്റെ പേരെന്തായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കുന്നു. ഓരോ ടാസ്കും ആരെ ഏൽപ്പിക്കുന്നു? ഓരോ എംപ്ലോയീസിനെ ഏൽപ്പിക്കുന്നു. അവരുടെ എബിലിറ്റിക്കും ക്വാളിഫിക്കേഷനും അനുസരിച്ച് അത് എന്തിലേക്ക് നയിക്കുന്നു? എഫിഷ്യൻസി കൂട്ടുന്നു, സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരുന്നു, അവോയ്ഡ് ഓഫ് വേസ്റ്റേജ് ഓഫ് ടൈം. ടൈം ഒന്നും വെറുതെ കളയുന്നില്ല എംപ്ലോയീസ്, ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പവർ ടു മേക്ക് ഡിസിഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഗീവ് ഓർഡർ, ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരം, അല്ലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അതോറിറ്റി. അതനുസരിക്കാനുള്ള കടമയാണ് എന്ത്? റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഫയോൾ പറയുന്നത് എന്താണ്? ദർ ഷുഡ് ബി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എക്സസ് അതോറിറ്റി ആവാനും പാടില്ല, എക്സസ് റെസ്പോൺസിബിലിറ്റി ആവാനും പാടില്ല. നോക്കിയേ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു 100 യൂണിറ്റ് ഗുഡ്സ്, അല്ലെ ഒരു 100 യൂണിറ്റ്സ് ബാഗ് ഒരാഴ്ച കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓർഡർ കൊടുത്തു. അപ്പൊ ഓർഡർ എന്താണ്? അതോറിറ്റിയാണ്, അല്ലെ? അത് പക്ഷേ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി അദ്ദേഹത്തിന് കൊടുത്തോ? ഇല്ല. ആ ഒരു എംപ്ലോയിയോട് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് 100 ബാഗ് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന് ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുത്തോ? ഇല്ല. അദ്ദേഹത്തിന് അപ്പം ആ ഒരു എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അഡിക്വേറ്റ് റോ മെറ്റീരിയൽ ഇല്ലാതെ അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല. അപ്പം അതോറിറ്റിയും വേണം, റെസ്പോൺസിബിലിറ്റി ഒരു ഓർഗനൈസേഷൻ ഒരുപോലെ മുന്നോട്ട് പോകണം. ദർ ഷുഡ് ബി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ 14 പ്രിൻസിപ്പിൾസിലെ 2 പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഒന്നാമത്തെ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ എന്താണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ രണ്ടെണ്ണം ഓക്കെ ആയേ. മൂന്നാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. എന്താണ്? ഡിസിപ്ലിൻ, അല്ലെ? നമുക്കറിയാം, അച്ചടക്കം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം നമുക്കറിയാം, നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അങ്ങനെ 3 ലെവൽസ് ആയിട്ട് തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മുകളിലുള്ളവരെ, നമ്മുടെ അതോറിറ്റി ആരാണോ അവരെ നമ്മൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവരെ നമ്മൾ അനുസരിക്കുക. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് റൂൾസ് കാണും. ഇപ്പൊ ഇത്ര മണിക്ക് വരണം, അല്ല ID കാർഡ് ധരിക്കണം, യൂണിഫോം ധരിക്കണം, ഇത്ര മണിക്ക് എംപ്ലോയീസ് ഓഫീസ് വിട്ട് പോവാവൂ, അല്ലെങ്കിൽ അവർക്ക് റെക്കോർഡ്, അവരുടെ വരുന്ന ടൈമും പോകുന്ന ടൈമും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ രജിസ്റ്റർ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ റൂൾസും ഒക്കെ എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഡിസിപ്ലിൻ എന്ന ഒബീഡിയൻസ്, അല്ല അനുസരിക്കുക. ഒരു ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ ആയിരിക്കണം? അവിടുത്തെ മാനേജേഴ്സിനോട് അവർ പറയുന്നൊന്നും കേൾക്കാതിരിക്കുകയാണോ? അല്ല, അവർ പറയുന്ന ഓർഡേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. അതോറിറ്റി എന്ത് ചെയ്യുക? നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെയുള്ള റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ അനുസരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് എന്താണ് പറയുന്നത്? ഡിസിപ്ലിൻ. അപ്പൊ ഫയോൾ എന്താണ് പറയുന്നത്? ഫയോൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എഫിഷ്യന്റ് വർക്കിങ്ങിന്, ഒരു ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ വർക്കേഴ്സ് മാത്രം അല്ലെങ്കിൽ എംപ്ലോയീസ് മാത്രം ഡിസിപ്ലിൻഡ് ആയാൽ മതിയോ? പോരാ. അവർക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്ന മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്തോ ആയിരിക്കണം? അദ്ദേഹവും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട്, അമ്മ അങ്ങനെ ആയിരുന്നല്ലോ, അല്ല അച്ഛൻ എന്നെക്കാട്ടി കുരുത്തക്കേടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അവര് ഡിസിപ്ലിൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ആരും ഡിസിപ്ലിൻഡ് അല്ല, അവിടുത്തെ മാനേജേഴ്സും അല്ലെ സൂപ്പർവൈസേഴ്സും ഡിസിപ്ലിൻഡ് അല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ. ഇപ്പൊ ഡിസിപ്ലിൻ ആരുടെ ഭാഗത്തു നിന്ന് മാത്രം പോരാ? വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്ന് മാത്രം പോരാ, മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കണം? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കാണിക്കേണ്ടത്. ടു എൻഷുർ ഡിസിപ്ലിൻ, സൂപ്പർവൈസർ
ഷുഡ് ബി അപ്പോയിന്റ് അല്ലെ, ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഒക്കെ എന്ത് ചെയ്യുക, സൂപ്പർവൈസേഴ്സിനെ മാനേജേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അവര് എന്താണ് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താണ് പെനാലിറ്റി ഒക്കെ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നില്ലെങ്കിൽ പെനാലിറ്റി, അല്ലെങ്കിൽ ലേറ്റ് കമേഴ്സിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റോ പെനാലിറ്റിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഫയോളിന്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, ഫയോളിന്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് അല്ലെ, അനുസരണ, നമ്മുടെ അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, അവിടെ പറഞ്ഞിരിക്കുന്ന റൂൾസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അനുസരിക്കുക. ഇത് ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷന്റെ സക്സസ്ഫുൾ വർക്കിങ്ങിന് എന്ത് ആവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്. ഡിസിപ്ലിൻ ആരുടെ ഭാഗത്തുനിന്ന് മാത്രം പോരാ, നമ്മുടെ വർക്കറിന്റെ ഭാഗത്തുനിന്ന് മാത്രം പോരാ, സൂപ്പർവൈസേഴ്സിന്റെ ഭാഗത്തുനിന്നും ഡിസിപ്ലിൻ ആവശ്യമാണ്. ഓക്കെ, നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു, ഡിവിഷൻ ഓഫ് വർക്ക്. 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3 എന്താണ്, ഡിസിപ്ലിൻ. 4 യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു സമയം ഒരു ഓർഗനൈസേഷനില് ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ്, ഇപ്പം ഒരു എംപ്ലോയിക്ക് പർച്ചേസ് മാനേജറും സെയിൽസ് മാനേജറും ഒരേ സമയം ഓർഡറുകൾ കൊടുത്തു. അയാൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ? പർച്ചേസ് മാനേജർ പറഞ്ഞത് ചെയ്യോ, സെയിൽസ് മാനേജർ പറഞ്ഞു ചെയ്യോ? അറ്റ് എ ടൈം ആണ്, ഒരേ ടൈമിൽ. അപ്പൊ ഒരേ സമയം ഒരു എംപ്ലോയി ഒരു ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ യൂണിറ്റ് ഓഫ് കമാൻഡിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഇത് ആരുടെ തന്നെയാണ്, നമ്മുടെ ഫയോളിന്റെ 14 എണ്ണമാണ് പറയുന്നത്. 14 നാലാമത്തെയാണ് ഏത്, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ എന്താണ് പറയുന്നത് നോക്കിയേ, ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഫോർ എവറി ഇൻഡിവിജ്വൽ എംപ്ലോയി. ഓരോ എംപ്ലോയിക്കും ഒരു ബോസ് മാത്രമേ പാടുള്ളൂ, അതായത് ഒരു ഓർഡറുകൾ മാത്രമേ ഒരേ സമയം സ്വീകരിക്കാൻ പാടുള്ളൂ. ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ആൻഡ് ബി റെസ്പോൺസിബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ. ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ആരോട് മാത്രമായിരിക്കും റെസ്പോൺസിബിൾ, ആ ഒരാളോട് മാത്രമായിരിക്കും റെസ്പോൺസിബിൾ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ മേലധികാരികൾ ഒരു എംപ്ലോയിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് പറയുന്ന ഓർഡർ അദ്ദേഹം അനുസരിക്കും? ഹി വിൽ ബി ഇൻ കൺഫ്യൂഷൻ അല്ലെ. ഏതെങ്കിലും കാര്യം അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹി വിൽ ബി റിമൈനിങ് കമ്മീഷൻ. ആരുടെ ഓർഡർ അനുസരിക്കും? പർച്ചേസ് മാനേജറിനെ അനുസരിക്കണോ, സെയിൽസ് മാനേജറിനെ അനുസരിക്കും. അപ്പം എന്താണ്, ദർ ഷുഡ് ബി ഓൺലി വൺ ബോസ്. ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഫോർ വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിയെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ബോസേ പാടുള്ളൂ. അതേസമയം അതുപോലെ തന്നെ ഒരു ഓർഡറുകൾ മാത്രമേ ഒരു സമയം സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ഇൻ കൺഫ്യൂഷൻ. അദ്ദേഹത്തിന്റെ ജോലി നന്നായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. In the absence of unity of command, responsibility cannot be fixed overlapping orders. അല്ലെ, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ജോലി ചിലപ്പോൾ ഇരട്ടിപ്പിക്കും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എൻഷുർ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സെയിൽസ് പേഴ്സൺ, ഒരു എംപ്ലോയി ഈസ് ആസ്ക്ഡ് ടു സെറ്റ് എ ഡീൽ വിത്ത് എ ബയർ and it is allowed to get 10% discount by marketing manager. അതായത് മാർക്കറ്റിംഗ് മാനേജർ പറഞ്ഞു എന്താണ്, ഒരു ബയറിനെ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാവുന്ന, 10% ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് പറഞ്ഞു. ഫിനാൻസ് മാനേജർ ടെൽസ് ദ സെയിൽസ്മാൻ നോട്ട് ഓഫ് 5% കൂടുതൽ തരത്തില്ല. അതായത് 2 പേരും ഓരോ ടാർജറ്റ് കൊടുത്തു അല്ലെ. ഫിനാൻസ് മാനേജറും കൊടുത്തു, മാർക്കറ്റിംഗ് മാനേജറും കൊടുത്തു. അദ്ദേഹം ആരുടെ ഓർഡർ അനുസരിക്കും? ഒന്നിൽ കൂടുതൽ സൂപ്പർവൈസേഴ്സ് അദ്ദേഹത്തിന് മുകളിലുണ്ട്. അപ്പം ഒരു ബോസേ ഒരു സമയം പാടുള്ളൂ. ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒരാളെ പാടുള്ളൂ. ഓക്കെ ആണ്. ഇപ്പൊ നമ്മുടെ 14 പ്രിൻസിപ്പിൾ 4 ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താ പറഞ്ഞത്? ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഓരോ ടാസ്കും ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ അവരുടെ എബിലിറ്റീസിനും ക്വാളിഫിക്കേഷനും അനുസരിച്ച് ഏൽപ്പിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരമാണ് അതോറിറ്റി, അതനുസരിക്കാനുള്ള കടമയാണ് റെസ്പോൺസിബിലിറ്റി. രണ്ടും തമ്മിൽ, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം.
മൂന്നാമത്തെ എന്താണ്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താ പറയുന്നത്? ഒബീഡിയൻസ് അല്ലെ, നമ്മുടെ അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, അവിടെയുള്ള റൂൾസ് ഒക്കെ പാലിക്കുക. വർക്കർ മാത്രം, ജോലി ചെയ്യുന്ന ആള് മാത്രം ഡിസിപ്ലിൻഡ് ആയാൽ പോരാ, ജോലി നൽകുന്ന ആളും എന്തായിരിക്കണം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നാലാമത്തേതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ എന്താണ് നമ്മൾ പറയുന്നത്? ഒരു സമയം ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ എംപ്ലോയി എന്തായിരിക്കും? കൺഫ്യൂഷനില് ആയിരിക്കും. 4 ഓക്കെയാണ്. അഞ്ചാമത്തെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ബോസ് ഏതായിരുന്നു? യൂണിറ്റി ഓഫ് കമാൻഡ്. ഇനി വൺ ഹെഡ് വൺ പ്ലാൻ, മറക്കരുത്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറയുന്ന ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെയാണ് വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരേപോലെ ഗ്രൂപ്പ് ചെയ്ത് ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരേ രീതിയിൽ എന്ത് ചെയ്യുക. ഒരേപോലെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒരേ ഹെഡിൽ കൊണ്ടുവന്ന് ചെയ്യുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ദ സെയിം ഒബ്ജക്റ്റീവ്. ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒരുപോലെ അങ്ങ് ചെയ്ത് തീർക്കുക. Reliance Industry Limited works in various fields including petrochemical, communication, supermarket, etc. അവരുടെ ആക്ടിവിറ്റീസും ഒബ്ജക്റ്റീവ്സും ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. ഫയർ എന്താണ് പറയുന്നത്? ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന, ഒരേപോലെ ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരേ ഹെഡിൽ കൊണ്ടുവന്ന് ചെയ്യുക. അതുവഴി ആ ഒരു ഓർഗനൈസേഷന്റെ കോർഡിനേഷൻ എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ കമ്പനി ഈസ് മാനുഫാക്ചറിങ് കാർ ആസ് വെൽ ആസ് മെഡിസിൻ, അല്ലെ, കാർ മാനുഫാക്ചറിംഗും ഉണ്ട്, മെഡിസിൻസും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള മാർക്കറ്റും അതിൻ്റെതായിട്ടുള്ള, അല്ലെ, കാർ മാനുഫാക്ചറിങ്ങിന്റെ ഒരു കസ്റ്റമേഴ്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല മെഡിസിനുള്ളത്. രണ്ടിന്റെയും മാർക്കറ്റും ബിസിനസ് എൻവയോൺമെന്റും ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. ഈച്ച് ഡിവിഷൻ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ചാർട്ട്, പ്ലാൻസ് ആൻഡ് ടാർഗറ്റ്, അല്ലെ. ഇപ്പം കാർ മാനുഫാക്ചറിങ്ങിനുള്ള മാനേജറോ അതിനനുസരിച്ചുള്ള എംപ്ലോയീസോ ആയിരിക്കത്തില്ല എവിടെ വേണ്ടത്? മെഡിസിൻ ഫീൽഡിൽ വേണ്ടത്. അപ്പൊ ഒരേപോലുള്ള കാറിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരേ ഹെഡിൽ കൊണ്ടുവരിക. ഒരാളാണ് നടത്തുന്നതെന്നും പറഞ്ഞിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കാർ മാനുഫാക്ചറിങ്ങിന്റെ ആവശ്യങ്ങളെല്ലാം ഒരു ഹെഡിൽ കൊണ്ടുവരിക, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഒരു ഹെഡിൽ കൊണ്ടുവരിക. ഓക്കെ ആണോ? എങ്കിൽ മാത്രമേ ഗോള് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം നമ്മുടെ അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ് പറയുന്നത്? വൺ ഹെഡ് വൺ പ്ലാൻ. ഒരുപോലുള്ള ആക്ടിവിറ്റീസ് ഒന്നിച്ച് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഒരേ ഒബ്ജക്റ്റീവ് ഉള്ളത്, ഒരേ ലക്ഷ്യമുള്ള കാര്യങ്ങൾ ഒരേ രീതിയിൽ എന്ത് ചെയ്യുക. ഓക്കെ ആണ്. ആറാമത്തെയാണ്, നമുക്ക് ആറാമത്തേക്ക് പോകുന്നതിന് മുന്നേ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? വൺ ബോസ് ആണ്, അല്ലെ. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഒരു സമയം ഒരു ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെ. ഒരു എംപ്ലോയി ഒരു സമയം ഒരു ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരുപോലുള്ള ആക്ടിവിറ്റീസ്, ഒരേ ലക്ഷ്യങ്ങളുള്ള ആക്ടിവിറ്റീസ് ഒരേ രീതിയിൽ ചെയ്യുക, ഒരേ ഹെഡിൽ കൊണ്ടുവരിക, ഒരേ പ്ലാൻ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അല്ലെ. ഡുവൽ സബോർഡിനേഷൻ, ഒരാളെ കൊണ്ട് തന്നെ രണ്ട് കാര്യം, അല്ലെ, ഒരേ ഓർഡറുകൾ ഒരാൾക്ക് കൊടുക്കാതെ ഡുവൽ സബോർഡിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഓവർലാപ്പിംഗ്, ഒരേപോലുള്ള ആക്ടിവിറ്റീസ് ഒന്നിച്ചത് ചെയ്താൽ പോരെ, അപ്പോ അവിടെ ഇരട്ടിപ്പീര് വരത്തില്ലല്ലോ. ഓവർലാപ്പിംഗ് ഒഴിവാക്കാനായിട്ടാണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇതാരെ അഫക്ട് ചെയ്യുന്നതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഓരോ എംപ്ലോയീസിന് കിട്ടുന്ന ഓർഡറുകളല്ലേ, അപ്പം അവിടെ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അഫക്ട് ചെയ്യുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എൻഡർ ഓർഗനൈസേഷനെയാണ്, ഓർഗനൈസേഷന്റെ പ്ലാനും ആക്ടിവിറ്റീസും ആണ്. അപ്പൊ എൻഡർ ഓർഗനൈസേഷനെയാണ് എന്ത് അഫക്ട് ചെയ്യുന്നത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അഫക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ റിലേഷൻഷിപ്പ്, സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. ഒരു സമയം ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ ഒരു ഓർഡറുകൾ മാത്രമേ ഒരു സബോർഡിനേറ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് അവിടെ പറയുന്നത്? സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ പറയുന്നത്. മറ്റേടത്തോ റിലേഷൻഷിപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻ, അല്ലെ, ഓർഗനൈസേഷന്റെ പ്ലാൻസിനും ഗോൾസിനും അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഓരോരുത്തർക്കും വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? യൂണിറ്റി ഓഫ് കമാൻഡ് സഹായിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? യൂണിറ്റി ഓഫ് കമാൻഡ് സഹായിക്കുന്നു. ഓർഗനൈസേഷനെ മൊത്തത്തിൽ
ആക്ടിവിറ്റീസ് നന്നായിട്ട് പോകാനാണ് എന്ത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ജസ്റ്റ് ഡിഫറൻസ് തന്നേ ഉള്ളൂ. രണ്ടിന്റെ ആശയം മാത്രം മനസ്സിലാക്കിയാൽ മതി. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയം ഒരു സുപ്പീരിയറിന്റെ അതിന് ഒരു ഓർഡർ മാത്രമേ ഒരു സബോർഡിനേറ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒരേ ഹെഡിൽ കൊണ്ടുവന്ന് ചെയ്യുക. അതാണ് എന്ത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ബോസ് ഏതാണ് പറയുന്നത്? വൺ ആൻഡ് ഓൺലി വൺ ബോസ് പറയുന്നത് എവിടാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറയുന്നത് ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അഞ്ചെണ്ണമായി: ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 5 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു 14 എണ്ണത്തെ. അടുത്ത 6-ാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇത് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താൽ അവിടെ ചിലപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ കാണും, പല എക്സ്പീരിയൻസ് ഉള്ളവർ കാണും, പല പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉള്ളവർ കാണും. പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ. ഓക്കെ ആണേ? ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനാണ്, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് മുകളിലായിരിക്കും എന്ത് നിൽക്കുന്നത്? ജനറൽ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്, പൊതു താല്പര്യം നിൽക്കുന്നത്. നോക്കേ, ഫയോള് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ താല്പര്യത്തിനാണ് എപ്പോഴും പ്രയോറിറ്റി. ഓക്കെ, എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാണ്? ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനാണ്. എന്തിനെക്കാട്ടിലും? ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റിനെക്കാട്ടിലും. ഓക്കെ ആണേ? ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റിനെക്കാട്ടിലും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനാണ്. വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ may have personal interest like high salary, get promotion, etc. Organization also has its own objective. According to Fayol, ഫോക്കസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനായിരിക്കണം. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താൽ എനിക്ക് മാക്സിമം സാലറി കിട്ടണം, എനിക്ക് ഹൈ സാലറി കിട്ടണം, എനിക്ക് പ്രൊമോഷൻ കിട്ടണം, ഇതൊക്കെ എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അവിടെ മാക്സിമം എന്ത് നേടുക? പ്രോഫിറ്റ് നേടുക. അപ്പൊ എപ്പോഴും അവിടെ എന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. When making decision, manager should not consider personal gain but ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, എന്ത് ഡിസിഷനും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്കായിരിക്കരുത് ഒരു മാനേജർ ഡിസിഷൻ എടുക്കേണ്ടത്. ആരുടെ താല്പര്യങ്ങൾക്കായിരിക്കണം? ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? When an organization needs to buy land for expansion purpose, some directors may have bought a particular place out of his personal interest. അപ്പം ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കുറച്ച് ലാൻഡ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല നോക്കേണ്ടത്, ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ 7-ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാം. 7-ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഒന്നെന്തായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3 ഡിസിപ്ലിൻ. 4 യൂണിറ്റി ഓഫ് കമാൻഡ്. 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. 7 ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുമ്പോ ഇല്ലേ, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോ എങ്ങനായിരിക്കണം? ഫയോൾ എന്താണ് പറയുന്നത്? റെമ്യൂണറേഷൻ ഫെയർ ആയിരിക്കണം ഇല്ലേ? എംപ്ലോയീസിന് നഷ്ടം ഉണ്ടാവാൻ പാടില്ല, ഓർഗനൈസേഷനും നഷ്ടം ഉണ്ടാവാൻ പാടില്ല. അപ്പം റെമ്യൂണറേഷൻ എങ്ങനായിരിക്കണം? ഫെയർ ബോത്ത് ടു ദ എംപ്ലോയി ആൻഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനും എംപ്ലോയിക്കും ഫെയർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ ആയിരിക്കണം പേ ചെയ്യേണ്ടത്. റെമ്യൂണറേഷൻ ഷുഡ് ബി സഫിഷ്യന്റ് ടു മോട്ടിവേറ്റ്. ഇല്ല, എംപ്ലോയീസിന് കുറവായി പോയത്, ഞാൻ ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നരുത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഞാൻ ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പൂടെ നോക്കിയിട്ട് വേണം എംപ്ലോയീസിന് എന്ത് കൊടുക്കാൻ? സാലറി കൊടുക്കാൻ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജർ ടു എൻഷുർ ദ എംപ്ലോയി ആർ ബീങ് പെയ്ഡ് റെമ്യൂണറേഷൻ അക്കോർഡിംഗ് ടു ദ വർക്ക്. അല്ലെ, അവിടെ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ശമ്പളം ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജർ. അല്ലെ, ഒരു മാനേജറിന്റെ ഉത്തരവാദിത്തമാണ് എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള സാലറി ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇഫ് എംപ്ലോയീസ് ആർ നോട്ട് പെയ്ഡ് വേജസ് പ്രോപ്പർലി ദേ മേ വർക്ക് വിത്ത് പെർഫെക്റ്റ് ഡെഡിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി. അല്ലെ,
അവർക്ക് കറക്റ്റ് ആയിട്ട് വേജസ് കൊടുക്കുന്നില്ലെങ്കിൽ ദേ മേ നോട്ട് വർക്ക് ആണ്, മേ നോട്ട് വർക്ക്. അവര് പെർഫെക്റ്റ് ഡെഡിക്കേഷൻ, എനിക്കിപ്പോ ശമ്പളം കിട്ടുന്നില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യോ? ഇല്ല. എനിക്ക് പ്രോപ്പർ ആയിട്ട് വേജ് കിട്ടിയെങ്കിൽ മാത്രമേ, എനിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വേജ് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യത്തുള്ളൂ. ദിസ് വിൽ ക്രിയേറ്റ്, അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 7ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. ഓക്കെ ആണേ. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് ലെവലിൽ മാത്രം, ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവലിൽ മാത്രം അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. താഴെ ലെവലിലേക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ. ഇപ്പൊ ഞാനൊരു ഓർഗനൈസേഷനിലെ മാനേജറാണ്, ഫുൾ അതോറിറ്റി എനിക്ക് മാത്രമാണ്, എന്ത് ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി എനിക്ക് മാത്രമാണെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. പക്ഷെ ഞാൻ എന്റെ സബോർഡിനേറ്റ്സിനും കൂടി കുറച്ചൊക്കെ അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, ഡീസെൻട്രലൈസേഷൻ. ഓക്കെ. ഫയോൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനില് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോണം, രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ആര് പറയുന്നത്, ഫയോള് പറയുന്നത്. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ് അറ്റ് ദ ടോപ്പ് ലെവൽ. ടോപ്പ് ലെവലിലുള്ള കുറച്ച് പേരുടെ കയ്യിൽ മാത്രം അതോറിറ്റി കൂടിച്ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റി എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് താഴെ ലെവലിലേക്കും കൂടി കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇല്ലേ, ഒരു എംപ്ലോയിക്കും കൂടി കുറച്ച് അധികാരങ്ങൾ കൊടുക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെയുള്ള കുറച്ച് അധികാരങ്ങൾ ആർക്കും കൂടി കൊടുക്കുന്നു, എംപ്ലോയീസിനും കൂടി കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ ഫയോള് പറയുന്നത് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആവാനും പാടില്ല, ഡീസെൻട്രലൈസ് ഉള്ള അധികാരം മൊത്തം അങ്ങ് ടോപ്പ് മാനേജ്മെന്റിൽ ആവാൻ പാടില്ല, എന്നാൽ എല്ലാം അങ്ങ് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കാനും പാടില്ല. ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. എന്താണ് ഒരു ഓർഗനൈസേഷനിൽ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. വർക്ക് ലോഡ് കുറയ്ക്കാനും ടോപ്പ് മാനേജ്മെന്റ് അവരുടെ വർക്ക് കുറച്ചും കൂടെ ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വർക്ക് ലോഡ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഒന്നും കൂടെ നോക്കാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാല്, അതായത് അതോറിറ്റി, അതായത് ഒരു ഓർഗനൈസേഷനിലെ അധികാരം ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ പവറും അതോറിറ്റി കുറച്ചു പേരുടെ കയ്യിൽ മാത്രം ടോപ്പ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ അധികാരം ലോവർ ലെവൽസിലേക്കും കൂടി, അതായത് ടോപ്പ് ലെവലിൽ മാത്രമല്ല ലോവർ ലെവൽസിലേക്കും കൂടി അവർ ഡെലിഗേറ്റ് ചെയ്ത് അല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ. അപ്പൊ ഫയോള് പറയുന്നത് സെൻട്രലൈസേഷൻ മാത്രമായ ഒരു ഓർഗനൈസേഷന് സക്സസ് എത്താൻ പറ്റത്തില്ല, ഡീസെൻട്രലൈസേഷൻ മാത്രമാണെങ്കിലും പറ്റത്തില്ല. അപ്പൊ സെൻട്രലൈസേഷന് ഡീസെൻട്രലൈസേഷന്റെ അർത്ഥം മനസ്സിലായോ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് ലെവലിൽ മാത്രമാണ് അധികാരം നിൽക്കുന്നതെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. ലോവർ ലെവൽസിലേക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെ ഡെലിഗേറ്റ് ചെയ്ത് അധികാരം കൊടുക്കുന്നുണ്ട്, അവർക്കും കൂടി ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫയോള് പറയുന്നത് ഇത് തമ്മിൽ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ എന്തുണ്ടായിരിക്കുക, പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരിക്കുക, അല്ലെ? എങ്കിൽ മാത്രമേ അവർക്കും കൂടി ചെറിയ ചെറിയ അധികാരമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ലോവർ ലെവലിലുള്ളവർക്കും ഇനി വർക്ക് ചെയ്യണമെന്നും ഒക്കെ ഉള്ള ഒരു ഡെഡിക്കേഷൻ ഒക്കെ അവർക്ക് തോന്നും. അതായത് മേജർ ഡിസിഷൻസ് എപ്പോഴും ആര് തന്നെ ആയിരിക്കും എടുക്കുന്നത്, ടോപ്പ് ലെവലിലായിരിക്കും, അല്ലെ? ഗോൾസ്, പ്ലാൻ, പോളിസി, സ്ട്രാറ്റജി ഇതൊക്കെ എന്തായിരിക്കും, ടോപ്പ് ലെവലിലുള്ളവർ തന്നെ ആയിരിക്കും. പക്ഷെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലായാലും വർക്കേഴ്സിന് ടാർഗറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, ലോവർ ലെവൽ മാനേജേഴ്സിനെയും കൂടി ഏൽപ്പിക്കാം. അപ്പൊ നമ്മുടെ 8 പ്രിൻസിപ്പിൾസ് ആയി, ഇല്ലേ? നമ്മൾ 8 പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തേത് എന്തായിരുന്നു, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷനിൽ ചെയ്യാനുള്ള
ടോട്ടൽ വർക്കിനെ അല്ലെ മുഴുവൻ ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി ആ ഓരോ ടാസ്കും ഓരോ എംപ്ലോയീസിന് അവരുടെ ക്വാളിഫിക്കേഷനും എബിലിറ്റിക്കും അനുസരിച്ച് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് നയിക്കുന്നു? സ്പെഷ്യലൈസേഷൻ അല്ലെ, അതുപോലെ തന്നെ അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ടൈം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അതോറിറ്റി. അതനുസരിക്കാനുള്ള ഒബ്ലിഗേഷൻ, കടമയാണ് എന്തെന്ന് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി. ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെയാണ് എന്ത്? ഡിസിപ്ലിൻ. ഡിസിപ്ലിനിൽ എന്താണ് നമ്മൾ പറയുന്നത്? ഒബീഡിയന്റ് ആയിരിക്കണം, നമ്മുടെ അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ റൂൾസ് എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഡിസിപ്ലിൻ. വർക്കറിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണോ ഡിസിപ്ലിൻ വേണ്ടത്? പോരാ, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എന്തുണ്ടായിരിക്കണം? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ആര് കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ആണ്? നമ്മുടെ ഹെൻറി ഫയോൾ. അടുത്ത നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു വാക്ക് വരണം, വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഇല്ലേ. ഒരു സുപ്പീരിയറിന് അതായത് ഒരു സുപ്പീരിയറിന് ഇന്ന് മാത്രമേ ഒരു സമയം ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു സബോർഡിനേറ്റിന് ഒരു ബോസ് മാത്രമേ പാടുള്ളൂ അറ്റ് എ ടൈം, ഒരു സമയം. ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്ന ഏത് വർക്ക് അദ്ദേഹം ഫുൾഫിൽ ചെയ്യും ഇല്ലേ? ഹി വിൽ ബി ഇൻ കൺഫ്യൂഷൻ. അടുത്തയാണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് വൺ ഹെഡ് വൺ പ്ലാൻ. ഒരുപോലെ ഒരേ ഒബ്ജക്റ്റീവ് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരേ ഹെഡിൽ കൊണ്ടുവന്ന് ചെയ്യുക. അതാണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അടുത്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ സാലറി കിട്ടണം, അല്ലെ എനിക്ക് പ്രൊമോഷൻ കിട്ടണം, ആ ഒരു ആറ്റിറ്റ്യൂഡോടൊക്കെ ആയിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണത്. പക്ഷെ ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മാറ്റിവെച്ച് ഓർഗനൈസേഷന്റെ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അടുത്തയാണ് എന്ത്? റെമ്യൂണറേഷൻ. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എങ്ങനായിരിക്കണം? ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. അവർക്ക് അവരുടെ ചെയ്യുന്ന ജോലിക്ക് മാന്യമായുള്ള ശമ്പളം അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ കൊടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി കാണുമല്ലോ, അതിനനുസരിച്ചുള്ള സാലറി വേണം കൊടുക്കാൻ. രണ്ടു പേർക്കും, മാനേജ്മെന്റിനും വർക്കറിനും ദോഷമല്ലാത്ത ഒരു സാലറി ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഒരു സാലറി ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് 7 എണ്ണം നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ 8ാമത്തെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതോറിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ടോപ്പ് ലെവലിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. താഴെ ലെവൽസിലൂടെ, ലോവർ ലെവൽസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനില് ഒബ്ജക്റ്റീവ് ആയാലും പ്ലാൻസ് ആയാലും പോളിസി ആയാലും ഇതൊക്കെ ആരെടുക്കേണ്ട തീരുമാനമാണ്? ടോപ്പ് ലെവൽ എടുക്കേണ്ട തീരുമാനമാണ്. അതേസമയം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആരൊക്കെ വേണമെങ്കിൽ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ലോവർ ലെവൽ മാനേജേഴ്സിനേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫയോൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഇത് രണ്ടും സെൻട്രലൈസ്ഡും ആവാൻ പാടില്ല, നാം ഉള്ള എല്ലാം ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കാനും പാടില്ല. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണ്. 8 എണ്ണം നമ്മുടെ ഫയോളിന്റെ 8 പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണ്. 9ാമത്തെയാണ് സ്കെലാർ ചെയിൻ. ഓക്കെ, 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഫയോളിന്റെ സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ഒരുപാട് എംപ്ലോയീസ് കാണും. നമുക്കറിയാം 3 ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു പാറ്റേൺ കാണും എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരു ലൈൻ ഓഫ് അതോറിറ്റി കാണും ഇവർക്ക് എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പൊ ടോപ്പ് ലെവലിൽ എ എന്നൊരാളുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ, ബി, സി, ഇങ്ങനെ ഇത്രയും പേരുണ്ട്. നമുക്കറിയാം ഇപ്പം ഈ എന്ന് പറയുന്ന ആൾക്ക് എയോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, എ ആണ് ഏറ്റവും ടോപ്പിലിരിക്കുന്നത് അല്ലെ. ഇ എന്ന് പറയുന്ന ഒരു എംപ്ലോയിക്ക് എയിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യം ആരോട് പറയണം? ഡിയോട് പറയണം. ഡി ആരോട് പറയണം? എയോട് പറയണം. മനസ്സിലായോ? ഇനി ഇക്ക് സിയോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഡിയോട് പറയണം, ഡി എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എ പിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബി വഴിയാണ് എവിടെ എത്തുന്നത്? സിയിലെത്തുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ?
ഓക്കെ അല്ലേ? പക്ഷെ ഈ ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ് അല്ലെ, ചെയിൻ ഓഫ് കമാൻഡിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ചോദിക്കാം, ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി ഏത് പ്രിൻസിപ്പിൾ ആണ്? സ്കേലാർ ചെയിൻ. ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. ഓർഗനൈസേഷനിൽ സുപ്പീരിയേഴ്സും ഉണ്ട് സബോർഡിനേറ്റ്സും ഉണ്ട്. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ്, ചെയിൻ ഓഫ് കമാൻഡ് ആണ്. എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്? ഫ്രം ടോപ്പ് ടു ദ ലോവസ്റ്റ്. ടോപ്പിൽ നിന്നും ലോവസ്റ്റിലേക്ക് പോകുന്ന ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഏത് മാർഗത്തിലൂടെ വേണം, ഏത് വേയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നാണ് സ്കേലാർ ചെയിൻ വഴി ഉദ്ദേശിക്കുന്നത്. ആ ഫയോൾ പറയുന്നത് ആ ചെയിനിൽ പറഞ്ഞേക്കുന്ന പോലെ, ഞാൻ പറഞ്ഞു ഇക്ക് ബിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ ഇക്ക് എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചെയിൻ വഴിയേ പറ്റൂ, അല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റത്തില്ല. അപ്പം ഈ ഫയോൾ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ചെയിൻ എല്ലാ മാനേജേഴ്സും സബോർഡിനേറ്റ്സും എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഈ ഒഫീഷ്യൽ ചെയിൻ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്തിരിക്കണം. ഈ ഒരു ഒഫീഷ്യൽ ചെയിൻ ആണ് ഒരു ക്ലിയർ ഐഡിയ തരും, ആർക്കാണ് കൂടുതൽ അധികാരം, ആരൊക്കെയാണ് റെസ്പോൺസിബിൾ എന്നുള്ള ഒരു കൂടുതൽ ഒരു ഐഡിയ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഈ സ്കേലാർ ചെയിൻ കേൾക്കുമ്പോൾ മനസ്സിൽ എന്ത് വരണം, ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി, അധികാരം അല്ലെ, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡിനെയാണ് എന്ന് പറയുന്നത് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. വേണ്ട ആ ഫിഗർ നമ്മളിപ്പോ പറഞ്ഞ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ഈസ് വൺ ഹെഡ്, അതായത് ഏറ്റവും ടോപ്പിലുള്ള ഹെഡ് ഏതാണ്, എ ആണ്. അദ്ദേഹത്തിന് രണ്ട് ലൈൻ ഓഫ് അതോറിറ്റി വരാം അല്ലെ, ബി സി ഡി ഇ എഫ് ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ട്, എൽ എം എൻ ഒ പി ആ ഒരു അതോറിറ്റി ഉണ്ട് അല്ലെ. ഒരു ലൈനിൽ ആരാണ് നമ്മൾ പറഞ്ഞു, ബി തൊട്ട് എഫ് വരെ. ഒരു ലൈനിൽ ആരാണ്, എൽ തൊട്ട് പി വരെയാണ്. കൊണ്ട് സ്കേലാർ ചെയിൻ. അപ്പൊ ഈ സ്കേലാർ ചെയിൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഒ, ഈക്ക് ഓയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റൂ, നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഡി ടു സി, സി ടു ബി, എ ടു എൽ, എൽ ടു എം ടു എൻ ആൻഡ് എൻ ടു അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, ഒരു അർജന്റ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി കീപ്പ് ചെയ്യണ്ട. ഫയോള് തന്നെ പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ഫോളോ ചെയ്തേ പറ്റൂ, ഈ ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി ഫോളോ ചെയ്തേ പറ്റൂ. പക്ഷെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, ഡിലേ അവോയ്ഡ് ചെയ്യണം, ഡിലേ ആവാൻ പറ്റത്തില്ല ആക്ടിവിറ്റി, അങ്ങനെ ഉണ്ടെങ്കിൽ നേരിട്ട് ഈക്ക് ഓയോട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയും. ആ ഷോർട്ട് സർക്യൂട്ടിങ്ങിനെ പറയുന്ന പേരാണ് ഗാങ് പ്ലാങ്ക് എന്നാണ്, ഗാങ് പ്ലാങ്ക്. ഇപ്പൊ ഈക്ക് നേരിട്ട് ഓയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഷോർട്ട് സർക്യൂട്ടിനെ അല്ലെ ഡയറക്റ്റ് കോണ്ടാക്റ്റിനെ പറഞ്ഞ പേരാണ് എന്ത്, ഗാങ് പ്ലാങ്ക്. ഓക്കെ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് നേരിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സെയിം ലെവൽ ഓഫ് അതോറിറ്റി, അവർക്ക് ആ ഒരു നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ എക്സാമ്പിളില് ഈക്ക് ഓയോട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ എട്ടാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 9 ഏതാണ്, സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിനിൽ എന്താ നമ്മൾ പറഞ്ഞത്, സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാല് ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ് ആണ്. എങ്ങനെ വേണം ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതൊരു ലൈൻ ഓഫ് അതോറിറ്റിയിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. പക്ഷെ ഫയോൾ പറയുന്നുണ്ട്, ഒരു എമർജൻസി വന്നാൽ നമുക്ക് അത് വയലേറ്റ് ചെയ്ത് ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി, ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആക്കാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ആ ഷോർട്ട് സർക്യൂട്ടിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
നമ്മുടെ 10ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓർഡർ. അപ്പൊ നമ്മുടെ 1ാമത്തെ പ്രിൻസിപ്പിൾ ഏതായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. ഞാൻ ആദ്യം 14 പറഞ്ഞു തന്നപ്പം നമുക്കൊരു ടഫായിട്ട് തോന്നിയില്ലേ? പക്ഷെ ഓരോന്നും നമ്മൾ എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നില്ലേ ഇതുവരെയുള്ളത്? 1ാമത്തെ എന്തായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3 ഡിസിപ്ലിൻ. 4 യൂണിറ്റ് ഓഫ് കമാൻഡ്. 5 യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. 6 subordination of individual interest to general interest. 7 remuneration. 8 ഏതാ? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 9 സ്കെയിലർ ചെയിൻ. നമ്മുടെ 10ാമത്തെ ഫയോളിന്റെ പ്രിൻസിപ്പിൾ ആണ് ഓർഡർ. നമുക്കറിയാം എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനില് ഓരോ കാര്യത്തിനും, ഓരോ തിങ്സിനും, ഓരോ പേഴ്സൺസിനും പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നു, അല്ല ഒരു സ്കൂളിന്റെ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നമുക്കറിയാം ഓരോ ഫയൽസ് ആയാലും ബെഞ്ചായാലും ടീച്ചേഴ്സിന്റെ പൊസിഷൻ ആയാലും എല്ലാവർക്കും ഓരോ പ്ലേസ് ആണ് അല്ലെ? അപ്പൊ ഫയൽ പറയുന്നത് മെൻ ആൻഡ് മെറ്റീരിയൽസിന്, ഫോർ എവറിത്തിങ്, മെൻ ആൻഡ് മെറ്റീരിയൽസ് എല്ലാത്തിനും എന്തുണ്ടായിരിക്കും? ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കും. ദർ മസ്റ്റ് ബി എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ എവറിത്തിങ്. അതാതിന്റെ സ്ഥലത്ത് വേണം. Okay, there must be a fixed place for everything. എല്ലാത്തിനും ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കണം. അത് അതിന്റെ പ്രോപ്പർ പ്ലേസിൽ വേണം ഇരിക്കാൻ. Okay, if the order is strictly followed in an organization, there will be no hindrance in the activity. എല്ലാം കറക്റ്റ് സ്ഥലത്തുണ്ട്. നമ്മള് കുറെ നാള് മുന്നേ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയതാണെങ്കിൽ നമ്മളുടെ ഫയല് അവർക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. കാരണം ഈസി ആയിട്ട് അവർ പോയി എടുക്കും. കാരണം അവർക്ക് ആ ഒരു പ്രോപ്പർ പ്ലേസിലാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, കീപ്പ് ചെയ്തേക്കുന്നത്. ഇതുവഴി നമുക്ക് നമ്മുടെ എഫിഷ്യൻസി, ഓർഗനൈസേഷണൽ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ എംപ്ലോയീസിനും ഓഫീസിൽ എന്ത് കാണും? ഒരു ഫിക്സഡ് പ്ലേസ് കാണും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവർക്ക് കാണും ഇല്ലേ? അവരുടെ കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ഓരോ വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം പ്രോപ്പർ പ്ലേസിൽ വെക്കുന്ന കാരണം അവർക്ക് അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ 10ാമത്തെ പ്രിൻസിപ്പിൾ സിമ്പിൾ ആണ്. ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? there must be fixed place for everything. എല്ലാത്തിനും എന്തുണ്ടായിരിക്കണം? ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കണം. മെനായാലും മെറ്റീരിയൽ ആയാലും ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കണം. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിക്കകത്ത് പറയുന്നത് നമ്മള് ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. നമ്മൾ പറയും ടീച്ചേഴ്സ് എന്താവാൻ പാടില്ല, സ്റ്റുഡൻസിനോട് ഇംപാർഷ്യൽ ആവാൻ പാടില്ല നമ്മൾ പറയാറുണ്ട് അല്ലെ? എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലും മാനേജേഴ്സ് വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനായിരിക്കണം? ഇക്വിറ്റബിൾ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ഉണ്ടായിരിക്കണം, ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. ബിഹേവിയറിൽ ഒരു എന്താണ്, ആരും അൺഈക്വൽ ആയിട്ടോ അല്ലെ ഇമ്പാർഷ്യൽ ആയിട്ടോ പാർഷ്യാലിറ്റി പാടില്ല, ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ഫയോൾ, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ഷുഡ് ബി ഫോളോഡ് ബൈ മാനേജേഴ്സ് അറ്റ് ലോവർ ലെവൽസ്. എല്ലാ ലെവൽസിലുള്ള മാനേജേഴ്സും ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം? ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. ഡിസ്ക്രിമിനേഷൻ പാടില്ല. എംപ്ലോയീസിന്റെ സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, ബിലീഫ്, നാഷണാലിറ്റി ഇതിന്റെ പേരിലൊന്നും യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും പാടില്ല. അവരെ മാക്സിമം കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് വെച്ച് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. ഓരോ എംപ്ലോയീസിനോട് ബയാസ്ഡ് ആയിട്ട് പെരുമാറാൻ പാടില്ല. അങ്ങനെ ബയാസ്ഡ് ആയിട്ട് പെരുമാറിയാൽ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുവോ? ഇല്ല. മറ്റ് എംപ്ലോയീസ് അവരുടെ മാക്സിമം എഫേർട്ട് ഇടുവോ ഓർഗനൈസേഷനിൽ? ഇല്ല. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോർക്കുക? ജസ്റ്റിസ് ആയിരിക്കണം. മാനേജേഴ്സ് എംപ്ലോയീസിനോട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റബിൾ ആൻഡ് ജസ്റ്റിസ് ആയിട്ട് വേണം എന്ത് ചെയ്യാന്? ഡീല് ചെയ്യാൻ. ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാസ്റ്റിന്റെ ബേസിലോ റിലീജിയന്റെ, ഇപ്പൊ ഒരു 2 എംപ്ലോയീസ് മെഡിക്കൽ ലീവിന് അപേക്ഷിക്കുകയാണ്. അപ്പം ആ മാനേജറിന്റെ കാസ്റ്റ് ഉള്ള എംപ്ലോയീസിന് മെഡിക്കൽ ലീവ് അനുവദിക്കുക, മറ്റാൾക്ക് അനുവദിക്കാതിരിക്കുക. അങ്ങനെ പാടില്ല. ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാസ്റ്റ് വൈസ് ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓക്കെ ആണല്ലോ. 2, ഗൂഗിൾ, an American multinational company has appointed Sundar Pichai, an Indian, as CEO. It is clear that nationality should not be considered. പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നാഷണാലിറ്റി ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഓക്കെ അല്ലേ അത്രയും കാര്യങ്ങള്? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അടുത്ത 12ാമത്തെ പ്രിൻസിപ്പിൾ ആണ്
സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ ഓഫ് പേഴ്സണൽ. എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ ഓഫ് പേഴ്സണൽ? അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. നമ്മൾ ആ ഒരു ജോലിയിലൊന്ന് പഠിച്ചു വരുന്നപ്പോഴത്തേക്കും, ആ ഒരു ജോലിയിൽ നമ്മളൊന്ന് ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് മാറ്റി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ല. എംപ്ലോയീസിനെ ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരു മിനിമം ഫിക്സഡ് ടേമിലേക്ക് അവരെ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ എംപ്ലോയീസിന്റെ ടേൺ ഓവർ, അവരെ ജോലി ഉപേക്ഷിച്ചു പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. എംപ്ലോയീസിന്റെ റിസൾട്ട് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അവര് നല്ലതായിട്ട്, ജോലി അറിയാത്ത ഒരാള് ഒരു ജോലി കൊടുത്ത് അയാൾ പഠിച്ചു, പക്ഷെ അയാളെ പഠിക്കുന്നതിന് വേണ്ടി പിന്നെ അയാളെ അടുത്ത ജോലിയിലേക്ക് മാറ്റിയാ പറ്റുമോ? ഇല്ല. അപ്പം എന്താണ്, എംപ്ലോയീസിനെ ജോബ് സെക്യൂരിറ്റി ഇല്ലെന്നും പറഞ്ഞിട്ടും അവരെ ജോലി ഉപേക്ഷിച്ചു പോവാൻ പാടില്ല. ജോബ് സെക്യൂരിറ്റി ഇല്ലെന്നും പറഞ്ഞിട്ട് അവരൊരിക്കലും ആ ജോലി ഉപേക്ഷിച്ചു പോവാൻ പാടില്ല. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് ന്യൂ എംപ്ലോയീസ് വിൽ ബി ഹൈ. അതായത് വീണ്ടും പുതിയ എംപ്ലോയി എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ തെരഞ്ഞെടുക്കണം, എക്സാമിനേഷൻ നടത്തണം, ഇന്റർവ്യൂ നടത്തണം, ട്രെയിനിങ് കൊടുക്കണം, അതിനൊക്കെ ഒരുപാട് ചെലവാണ്. അപ്പൊ ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ നോക്കുക? കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. എംപ്ലോയീസിനെ അടിക്കടി മാറ്റാതെ നോക്കുക. സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനുള്ള ആ ഒരു ഇത് ആർക്കും കൂടി കൊടുക്കുക? എംപ്ലോയീസിനൂടെ കൊടുക്കുക. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നല്ല നല്ല ഐഡിയാസ് ഒക്കെ അവർ കൊണ്ടുവരുമ്പം അതും കൂടി എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ആര് പറയുന്നതാണിത്? ഫയോൾ പറയുന്നതാണ്. Fayol suggested that employees in the organization must be given an opportunity to take some initiative. ചില ഇനിഷ്യേറ്റീവ് എടുക്കാനും പ്ലാൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ആർക്കൂടെ കൊടുക്കുക? എംപ്ലോയീസിനും കൂടി കൊടുക്കുക. ഇനിഷ്യേറ്റീവ് ഗീവ്സ് മോർ ഫ്രീഡം. ഇല്ല, എംപ്ലോയീസിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുവാണ്. അവർക്ക് അവരുടെ ഐഡിയാസ് ഒക്കെ പറയാം, അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഐഡിയാസ് ഒക്കെ അവർക്ക് കൊണ്ടുവരാം. അപ്പൊ അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അവർ ഡിസൊബീഡിയൻസ് ആവുമെന്നല്ല, അവർക്കൊരു അവരെയും കൂടി കൺസിഡർ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് കിട്ടും. ഫീലിംഗ് ഓഫ് വൺനെസ് അവർക്ക് കിട്ടും, അല്ലെ? അവർ കൊണ്ടുവരുന്ന ഇപ്പൊ ഓർഗനൈസേഷനിൽ ഒരു ഫൈനൽ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എംപ്ലോയീസിന്റെ അടുത്തും കൂടി അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളോടൊക്കെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഫൈനൽ പ്ലാൻ ഒക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിയാണ്, അവർക്ക് കുറച്ചും കൂടി ഒരു ലോയൽറ്റി ഒക്കെ കൂടും നമ്മുടെ ഓർഗനൈസേഷനിലോടുള്ള. അപ്പൊ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ ഐഡിയാസ് കൂടെ ഒക്കെ കൺസിഡർ ചെയ്യുക, അവരുടെ ഐഡിയാസ് കൂടെ കൺസിഡർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ഡീകോപ്സ്. പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ഡീകോപ്സ് വേറൊരു പേരാണ് യൂണിയനിങ് സ്ട്രെങ്ത്. നമ്മൾ പറയത്തില്ല ഐക്യമത്യം മഹാബലം, ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഏത് മല വേണമെങ്കിലും കയറാം, ഇല്ലേ? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസും മാനേജേഴ്സും രണ്ട് തട്ടിൽ നിൽക്കാതെ ഒരുമിച്ച് നിൽക്കുക, സക്സസ് ആയിട്ട് നിൽക്കുക, ഒറ്റ ടീമായിട്ട് നിൽക്കുക, ടീം സ്പിരിറ്റോട് കൂടി നിൽക്കുക, എങ്കിൽ നമുക്ക് അങ്ങേയറ്റം നമ്മുടെ ഗോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ്. അപ്പൊ ടീം സ്പിരിറ്റ് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ, യൂണിയനിസ്റ്റ് സ്ട്രെങ്തിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എസ്പിരിറ്റ് ഡീകോപ്സ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് വൈഡ്സ് ഒക്കെ ഈ ടൈപ്പിൽ ചോദിക്കും. എംപ്ലോയീസിന് എന്തുണ്ടായിരിക്കണം? നമ്മളും ഈ ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാണ് എന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഞാൻ എന്നല്ല, നമ്മൾ, അല്ലെ? ഐ റീപ്ലേസ് ഐ വിത്ത് വി. ഞാൻ എന്നുള്ള ആ ഒരു അല്ല, നമ്മളാണ്, നമ്മൾ ഒന്നിച്ചാണ്. ഒരു ടീം സ്പിരിറ്റ് വേണം ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ. ഓക്കെ അല്ലേ? ഫയോൾ പുട്ട് എംഫസിസ് ഓൺ ടീം വർക്ക് ബിക്കോസ് ടീം കോൺട്രിബ്യൂഷൻ, ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനെക്കാട്ടിലും ടീം കോൺട്രിബ്യൂഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ പറയത്തില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഗ്രൂപ്പ് സ്റ്റഡി ചെയ്താൽ ഒരുപാട് പേരുടെ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. From the above discussion, it is clear that ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസും, ഇല്ലേ? ഇപ്പം ഈ എന്തിനു നമ്മൾ ഈ 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞേ? ഇപ്പൊ ഫയോള് അദ്ദേഹത്തിന്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ആണ് അദ്ദേഹം ഈ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? 14 പ്രിൻസിപ്പിൾസ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യണമെന്നാണോ? അല്ല.
ഒരു മാനേജർക്ക് ഇതിൽ പല പ്രിൻസിപ്പിൾസും എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ സ്വഭാവം അനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ വർക്ക് ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിലായാലും, അല്ലെ എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യത്തിലായാലും, എംപ്ലോയീസിന് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 14 പ്രിൻസിപ്പിൾ ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്സ്. ഓരോ ഡെവലപ്മെന്റിലും എന്ത് വരുന്നുണ്ട്, ഓരോരോ മാറ്റങ്ങള് വരുന്നുണ്ട് അല്ലെ. അപ്പൊ സയൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ, സയന്റിഫിക് എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് സയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ നേച്ചർ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു. അപ്പം അതിനകത്ത് കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന ആളാണ് ടെയ്ലർ. അത് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ നമ്മൾ ആദ്യം എന്താണ് നോക്കിയത്, ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെന്റിന്റെ ഫീൽഡിൽ ഒരുപാട് വ്യക്തികൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന 2 പേരാണ് ഹെൻറി ഫയോളും FW ടെയ്ലറും. ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയാണ് ആരും അറിയപ്പെടുന്നത്, ഹെൻറി ഫയോളിനെ. അതേസമയം സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നാണ് ആരെ അറിയപ്പെടുന്നത്, FW ടെയ്ലറിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഫയോൾ ആരായിരുന്നു, എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം 19ാമത്തെ വയസ്സിലാണ് മൈനിങ് എഞ്ചിനീയർ ആയിട്ട് ചേർന്നത്. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം ഒരു എന്താണ് മാനേജിംഗ് ഡയറക്ടറായിട്ട്, ആ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറി. അങ്ങനെ ഒരു 30 വർഷത്തോളം അദ്ദേഹം ആ കമ്പനിയിൽ തന്നെ നിന്നു അല്ലെ. ആ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് അദ്ദേഹം ഈ 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഇല്ലേ, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, അത് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്താണ് 49. ഫ്രഞ്ച് ലാംഗ്വേജിൽ വന്നതാണ് 1916 പബ്ലിഷ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രഞ്ചിൽ വന്നത് 1916, ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തതാണ് എന്ത് 1949. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഓരോ മാനേജേഴ്സിനും അവരുടെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? 14 പ്രിൻസിപ്പിൾസ് ആണ് ആര് കൊണ്ടുവന്നത്, നമ്മുടെ ഫയോള് കൊണ്ടുവന്നത്. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസും ആദ്യം ഇങ്ങനെ പേര് പറഞ്ഞപ്പം നമുക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഓരോ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോഴും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഓരോന്നും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താ പറയുന്നത്, ടോട്ടൽ വർക്കിനെ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യാനുള്ള ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കുന്നു. എന്നിട്ട് ആ ഓരോ ടാസ്കും ഓരോ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ആ എംപ്ലോയീസിനെ ഏൽപ്പിക്കുന്ന വഴി അവർ ആ ജോലി അവരുടെ ക്വാളിറ്റിക്കും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എബിലിറ്റിക്കും അനുസരിച്ചാണ് ഈ ജോലി ഏൽപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും വൃത്തിയായിട്ട് ആ ജോലി ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെയാണ് എന്ത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരം, പവർ ടു മേക്ക് ഡിസിഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു കീപ് ഓർഡർ, ാണ് എന്തെന്ന് പറയുന്നത് അതോറിറ്റി. അതനുസരിക്കാനുള്ള കടമയാണ് എന്ത്, റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഫയോൾ എന്താണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനിൽ ഇത് രണ്ടും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെയാണ് എന്ത്, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അനുസരണ അല്ലെ, നമ്മള് നമ്മുടെ അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, ആ ഓർഗനൈസേഷൻ റൂൾസ് എല്ലാം പാലിക്കുക. ഫയോൾ എടുത്തു പറയുന്നുണ്ട് വർക്ക് മാത്രമല്ല അല്ലെ, വർക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല എന്ത് വേണ്ടത്, ഡിസിപ്ലിൻ വേണ്ടത്. ഫ്രം ദ പാർട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് വേണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നാലാമത്തെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട വാക്കാണ് വൺ ബോസ് അല്ലെ. ഒരു ബോസ് മാത്രമേ പാടുള്ളൂ. ഒരു സുപ്പീരിയറിന് ഒരു സമയം ഒരു ഓർഡർ മാത്രമേ ഒരു സബോർഡിനേറ്റിന് കൊടുക്കാൻ പാടുള്ളൂ. നേരെ തിരിച്ചും ഒരു സബോർഡിനേറ്റ് ഒരു സമയം ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു ബോസ് മാത്രമേ ഒരാൾക്ക് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ഇൻ കൺഫ്യൂഷൻ. അടുത്ത പ്രിൻസിപ്പിൾ ഏതായിരുന്നു, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ഹെഡ് വൺ പ്ലാൻ. വൺ ഹെഡ് വൺ പ്ലാൻ അതെന്താണ് പറയുന്നത്, ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒരേ ഹെഡിൽ കൊണ്ടുവന്ന് എളുപ്പം ചെയ്യാനായിട്ട് നോക്കുക. ആറാമത്തെ എന്താണ് പറയുന്നത്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ. നമ്മൾ ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തി താല്പര്യങ്ങൾ കാണും. അത് മാറ്റിവെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മാറ്റി ജനറൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിന് വേണം അവിടെ പ്രാധാന്യം കൊടുക്കാൻ. അടുത്തയാണ് റെമ്യൂണറേഷൻ. എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളം റെമ്യൂണറേഷൻ ഫെയർ ആയിരിക്കണം.
അല്ലേ? റീസണബിൾ ആയിരിക്കണം. എംപ്ലോയീസിന് മാത്രമാണോ? അല്ല, ഓർഗനൈസേഷൻ ഒരു പേയിങ് കപ്പാസിറ്റി കാണും. അവർക്കും രണ്ടുപേർക്കും, വർക്കേഴ്സിനായാലും മാനേജ്മെന്റിനായാലും ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ വേണം കൊടുക്കാൻ. അടുത്താണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതോറിറ്റി ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ സെൻട്രലൈസേഷൻ, ചെയ്യാനുള്ള വർക്കുകൾ താഴേക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ലോവർ ലെവലിലേക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ. ഫയോൾ എന്താണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഈ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ ഒരു യോജിപ്പുണ്ടായിരിക്കണം. അതോറിറ്റി ടോപ്പ് ലെവലിൽ മാത്രം പോരാ, ചെറിയ ചെറിയ കാര്യങ്ങൾ ആരെയും കൂടി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൂടി ഏൽപ്പിക്കുക. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റൂ. 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ്. എങ്ങനെ വേണം ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? ആ ഒഫീഷ്യൽ ലൈനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഫയോൾ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാം. അതിനെ ഒരു പേര് പറയും. എന്തായിരുന്നു? ഗാങ് പ്ലാങ്ക്. ഓക്കെ ആണ്. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. എല്ലാ കാര്യങ്ങൾക്കും, മെന്നിനായാലും മെറ്റീരിയലിനായാലും, ആൾക്കാർക്കായാലും ആൾക്കാർക്കായാലും ടൂൾസിനായാലും എംപ്ലോയീസിനായാലും അവിടെ ഓരോ ഐറ്റംസിനായാലും എന്തുണ്ടായിരിക്കുക? പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കുക, ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കുക. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിമിനേഷൻ പാടില്ല. അവരുടെ സെക്സിന്റെയോ റിലീജിയനിന്റെയോ കാസ്റ്റിന്റെയോ കളറിന്റെയോ ഒന്നും ബേസിൽ എന്ത് പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇംപാർഷ്യൽ ആയിട്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അടുത്താണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു എംപ്ലോയിയെ ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓവർ റേറ്റ് കൂടും. എംപ്ലോയീസ് ഓർഗനൈസേഷൻ വിട്ടുപോകുന്ന നിരക്കിനെയാണ് ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത്. ആ ടേൺ ഓവർ റേറ്റ് കൂടും, അവർ ഓർഗനൈസേഷൻ വിട്ടുപോകും. ഇല്ല, അപ്പൊ വീണ്ടും പുതിയ എംപ്ലോയിയെ എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓർഗനൈസേഷന് ചെലവാണ്. അപ്പൊ അങ്ങനെ പാടില്ല. ഒരു ഫിക്സഡ് ടേമിലേക്ക് അവരെ എടുക്കുക. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനിഷ്യേറ്റീവ്. ഇന്നോവേഷൻ അല്ലെ ന്യൂ ഐഡിയാസ്, എംപ്ലോയീസിന്റെ ന്യൂ ഐഡിയാസും കൂടി കൺസിഡർ ചെയ്യുക. എംപ്ലോയീസിനും കൂടി അവരുടെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഫൈനൽ പ്ലാൻസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന്റെയും കൂടി ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുക? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അടുത്ത ലാസ്റ്റത്തെയാണ് എസ്പിരിറ്റ് ടീകോപ്സ് അല്ലെങ്കിൽ യൂണിയൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ടീം സ്പിരിറ്റ് ബിൽഡപ്പ് ചെയ്യുക. ഓർഗനൈസേഷനിൽ എപ്പോഴും ഐ എന്നുള്ള ചിന്ത പാടില്ല, ഞാൻ എന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ ഒരു ടീമാണ്, ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ടീകോപ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹെൻറി ഫയോൾ ആരാണെന്ന് മറക്കല്ലേ? ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ആരാണ്? നമ്മുടെ ഫയോൾ ആണ്. അപ്പൊ ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് മറക്കരുത്. 14 പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. 1 head 1 plan ഏത് പ്രിൻസിപ്പിൾ ആണ്? മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും. 1 head 1 plan ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ടീം സ്പിരിറ്റ് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? എസ്പിരിറ്റ് ടീകോപ്സ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഈ 14 പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.